എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡേ ടു ടോക്കിൻ്റെ 55ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് മാസ്റ്റർബേഷൻ എന്നുള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാടധികം വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ മുമ്പത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോൺ മാസ്റ്റർബേഷൻ ആണ്. അതായത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റെ നെഗറ്റീവ് സൈഡുകളെ പറ്റിയിട്ട് നമ്മൾ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ കാണാൻ ശ്രമിക്കുക. കാരണം കമിഴ്ന്ന് കിടന്നുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന രീതികൾ പലരും ഫോളോ ചെയ്യാറുണ്ട്. അതിന് അതിൻ്റേതായ നെഗറ്റീവ് സൈഡുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സോ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചത് എത്ര തവണ മാസ്റ്റർബേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ദിവസം 1-2 തവണ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ? കാരണം ഭാവിയിൽ കുട്ടികളുണ്ടാകാത്ത അവസ്ഥയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുന്നതാണോ നോർമൽ, ഇല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണ ചെയ്യുന്നതാണോ നോർമൽ, അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കമൻറ്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കുറേ ചോദ്യങ്ങൾ വന്നായിട്ട് കാണാൻ പറ്റും പല വീഡിയോകളുടെ താഴെയായിട്ട്. അതുപോലെ തന്നെ നേരിട്ട് ഇൻസ്റ്റഗ്രാമിലും ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റി സ്പെസിഫൈഡ് ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ചില വീഡിയോകൾ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്നുള്ളതാണ്. മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ബയോളജിക്കലായിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കൊടിയ പാപമാണ്, അങ്ങനെ ഒരു സംഭവമേ അല്ല. അങ്ങനെ മെഡിക്കൽ സയൻസ് ഒരിക്കലും പറയുന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് അത് കംപ്ലീറ്റ്ലി പ്രശ്നമാണ് എന്ന രീതിയിൽ ഒരു പഠനവും കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. സോ അത് വളരെ ബയോളജിക്കലായിട്ടുള്ള ഒരു ഹ്യൂമൻസിൻ്റെ ആ ഒരു സെക്ഷൽ നീഡ് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സോളോ ആയിരിക്കുന്ന മൊമെൻറ്റുകളിൽ, ഇപ്പം മാരേജ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഭാര്യ ഒരിടത്ത് ഭർത്താവ് ഒരിടത്താണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ തീർക്കാനോ ഭർത്താവിന് ഒറ്റയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ തീർക്കേണ്ടതോ ആവശ്യമായിട്ടുള്ള കേസസ് വരും. ഇനി മറ്റൊരാളെ തേടി പോകുന്നതിലുപരി അവിടെ തീർച്ചയായിട്ടും നല്ലത് സോളോ സെക്സ് തന്നെയാണ്. സോ അങ്ങനെയുള്ള മൊമെൻറ്റുകളിൽ ഇല്ലെങ്കിൽ മാരേജിനൊക്കെ മുമ്പ് ഇത്തരത്തിലുള്ള സോളോ സെക്സ് പ്രാക്ടീസുകൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ട്രൈ ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്ത് കാര്യങ്ങളും ഓവർ ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്ന രീതികളും ഒരർത്ഥത്തിൽ പ്രശ്നമാണ്. ഇപ്പം പ്രോൺ മാസ്റ്റർബേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞില്ല, ആ ചെയ്യുന്ന രീതി കൊണ്ട് അത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് ലൈംഗിക ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി എത്ര തവണ മാസ്റ്റർബേറ്റ് ചെയ്യാം? ഇത് ബയോളജിക്കൽ ആണെന്ന് ഞാൻ പറയുമ്പോൾ എത്ര തവണ മാസ്റ്റർബേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ളത്. പലരും കമൻറ്റ് ചെയ്യുന്നതായി കണ്ടു, ഞാൻ 5 തവണ ഒരു ദിവസം ചെയ്യും, ചിലർ പറയുന്നു 10 തവണ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് അടിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ റിപ്ലൈസുകളായിട്ട് പലരും കമൻറ്റ് ചെയ്തതായി കണ്ടു, നീ ഒരു കില്ലാടി തന്നെ എന്നുള്ള കമൻറ്റുകളൊക്കെ വന്നതായിട്ട് തമാശ രൂപേണയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എത്ര തവണ ചെയ്യാം എന്നുള്ളത് പലരെ സംബന്ധിച്ച ഒരു ഡൗട്ടാണ്. നമ്മൾ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസുകളെ പറ്റിയിട്ട് കാര്യമായിട്ട് തന്നെ റിസർച്ച് ചെയ്യാറുണ്ട്. കാരണം സയൻറ്റിഫിക് സ്റ്റഡീസ്, പ്രൊജക്ട്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതൊരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ അത്തരത്തിലുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം ഇത്ര എണ്ണം ചെയ്യണം എന്ന രീതിയിൽ, ഇത്ര എണ്ണം ചെയ്യാം എന്ന രീതിയിൽ ഒരു പഠനം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം എന്നുള്ളത് ചോയ്സാണ്, നിങ്ങളുടെ ചോയ്സാണ്. ഇത് ബയോളജിക്കലാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് പലരും മാസ്റ്റർബേഷൻ ഒരു റീക്രിയേഷൻ ആക്ടിവിറ്റി, ഒരു രസത്തിന് വേണ്ടി, ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്, ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ബോർ ഫീലിംഗ് ആണ്, എന്നാൽ പിന്നെ ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്തേക്കാം. മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവപ്പെടും. കാരണം അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു ഉറക്കം ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം ചില കെമിക്കൽസുകൾ, ചില ഹോർമോൺസുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആക്ച്വലി. ചിലപ്പോൾ നമുക്ക് ഒരു പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെയിൻ കില്ലർ ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ചെറിയൊരു സ്ട്രെസ് റിലീഫ് പോലെയും അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള എൻഡോർഫിനും ഡോപ്പാമിനെയും അതിൻ്റെ എല്ലാ ആക്ഷൻ്റെ ഫലമായിട്ടാണ്. സോ അങ്ങനെ ഒരു റീക്രിയേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാസ്റ്റർബേഷനെ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു രസമായിക്കോട്ടെ എന്ന രീതിയിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ട് മാസ്റ്റർബേഷനെ കാണാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള സെക്ഷൽ ഫീലിംഗ് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചെയ്യുക. അതിപ്പോൾ ഒരു ദിവസത്തിൽ 1 തവണയാണെങ്കിൽ 1 തവണ, 2 തവണയാണെങ്കിൽ 2 തവണ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. നമുക്ക് ആവശ്യമുള്ള ശരീരത്തിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ്. അല്ലാണ്ട് അതിൽ പരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1-2 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ ഒരു മിഥ്യാധാരണയാണ്. സോ അതിന് നിങ്ങളുടെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ എത്ര എണ്ണം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. സോ ദിവസത്തിൽ 1 തവണയാണെങ്കിൽ, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്തതിന് ശേഷം എന്തോ സംഭവിച്ചു എന്ന രീതിയിൽ കുറ്റബോധത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നുകിൽ നിങ്ങളത് ബയോളജിക്കലാണെന്ന് തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യുക, അല്ലാത്ത പക്ഷേ ചെയ്യാതിരിക്കുക. അല്ലാണ്ട് അത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ആകെ ഒരു കാര്യത്തിലോട്ട് കിടക്കുകയും ചെയ്യുന്നു, അതിനുശേഷം കുറ്റബോധമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പണി ചെയ്യാതിരിക്കുന്നതല്ല. കാരണം അത് ഉൾക്കൊള്ളാൻ പറ്റത്തിലേക്ക് ചെയ്യാതിരുന്നാൽ പോരെ, അതാണ് ഒരു നല്ലൊരു കാര്യം. സോ എനിക്ക് ഇതിലൂടെ പറയാനുള്ളൊരു കാര്യം, നമ്പർ ഓഫ് ടൈംസ് എന്നുള്ളത്, എത്ര തവണ ചെയ്യാമെന്നുള്ളത്, ഒരു ദിവസം തന്നെ എത്ര തവണ ചെയ്യാമെന്നുള്ളത്, ഇല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര തവണ ചെയ്യാമെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ആ ഒരു ഇതിൽ ഇത്ര എണ്ണം ചെയ്യണം എന്നുള്ളൊരു കൗണ്ട് ഇല്ല. അത് വളരെ ആരോഗ്യകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വളരെയധികം സെക്ഷൽ പ്രഷർ തോന്നുന്നുണ്ട്, ചെയ്യണം, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സോളോ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലരെ സംബന്ധിച്ച് പഠിക്കേണ്ട സമയമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട സമയങ്ങൾ ചിലപ്പം സിമ്പിളായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന് ശേഷം കുറ്റബോധം, സോ അത് പഠിത്തത്തെ ബാധിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ ബാധിക്കുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളുണ്ട്. സോ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഠന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒക്കെ ഇത് ചെയ്യണം എന്നുള്ള ടെൻഡൻസി പല കേസിലും ഉണ്ട്. സോ ഒരു അഡിക്റ്റീവ് ടെൻഡൻസി, എന്തും അഡിക്ഷനിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. സോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന സ്വഭാവം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അതൊരു ദിവസം തന്നെ നിങ്ങൾ പല സമയങ്ങളിലായിട്ട് കാര്യമായിട്ടുള്ള സെക്ഷൽ മൂഡിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ തെറ്റില്ല. മറ്റൊരാളുടെ തലയിൽ പോയി കുതിര കയറുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് നല്ലത് തീർച്ചയായിട്ടും സോളോ ആയിട്ട് സമാധാനിക്കുന്നത് തന്നെയാണെന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അല്ലാണ്ട് അതിൽ വേറെ ഒരു വിയർഡായിട്ടൊന്നും തിങ്ക് ചെയ്യണമെന്ന കാര്യമില്ല. സോ കൗണ്ട് എത്ര എണ്ണം ചെയ്യാമെന്നുള്ള കൗണ്ട് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അത് വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട, നിങ്ങളുടെ കപ്പാസിറ്റി തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഏകദേശം ആ ഒരു കാര്യം പറയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നത്. നമ്മൾ സാധാരണഗതി ചെയ്യുന്ന രീതിയിൽ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കോ കാര്യങ്ങളോ അല്ല, പക്ഷേ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് തന്നെ നമ്മളത് സ്പെസിഫൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും വിയർത്ത് കുടിച്ചു, കാരണം ഭയങ്കര ചൂടാണ്. ഓക്കെ, എനിവേ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യാൻ ഇതിൻ്റെ നിരപ്പേൽ എന്നുള്ളതാണ് ID. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങളുടെ ലൈഫിലോട്ട് ഉപകാരപ്പെടുന്ന ഒരുപാടധികം വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്.